34-ാമത്തെ വയസ്സിൽ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് MLA-യും പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റുമായിരുന്ന പത്മകുമാറിന് ഏറ്റവും ഒടുവിൽ CPM നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഒരു നടപടി എടുത്തിരുന്നു. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആ വാർത്തകളിലൊന്ന് മനോരമയുടെ വാർത്തയാണ്. മനോരമയുടെ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കാണണം. കാരണം മനോരമയുടെ ട്രിക്സ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. അത് മയത്തിൽ ഒരു സസ്പെൻഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ അല്ല, യഥാർത്ഥത്തിൽ ഇതൊരു മയത്തിൽ ഒരു സസ്പെൻഷൻ കൊടുത്തേക്കാണെന്നുള്ള വാർത്തയാണ്. അപ്പോൾ എങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കണം, എങ്ങനെ എഴുതണം എന്നുള്ളതിനൊക്കെ നമ്മൾ മനോരമ ആരും പഠിപ്പിക്കേണ്ട, മാപ്പിള കുടുംബത്തെയും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു CPM-ന് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. പാർട്ടി ഭരണഘടന അനുസരിച്ച് ഒരാളെ ആദ്യമേ തന്നെ താക്കീത് ചെയ്യാം, അതുപോലെ പരസ്യമായി ശാസിക്കാം, അതുപോലെ ആദ്യം രഹസ്യമായി ശാസിക്കാം, അതുപോലെ പരസ്യമായി ശാസിക്കാം, പിന്നെ താക്കീത് ചെയ്യാം, പിന്നെ അദ്ദേഹത്തിനെ വേണമെങ്കിൽ കീഴിടങ്ങളിലേക്ക് തരം താഴ്ത്താം. അതല്ലെങ്കിൽ നാലാമത്തെ ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് സസ്പെൻഷനാണ്, അതായത് താൽക്കാലികമായി പുറത്താക്കലാണ്. അതിനുശേഷം ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ എന്നേക്കുമായി പുറത്താക്കുക എന്ന് പറയുന്ന നടപടിയുടെ തൊട്ട് താഴെയുള്ള നടപടികളൊക്കെ തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മിക്കവാറും ആളുകളുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ നേരത്തെ തന്നെ പുറത്താക്കിയാൽ പോരായിരുന്നു, അപ്പോൾ ഒരു മുഖം രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നുള്ളതാണ്. മുഖം രക്ഷിക്കാൻ കഴിയും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും CPM-നെതിരെയുള്ള വലിയ പ്രചരണം ഇവിടെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM-നെ അടിക്കാനായിട്ടുള്ള ഓരോ വടികളും തേടി നടക്കുന്ന നിരവധി ചാനലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഇവരെന്ത് ചെയ്യും, ഇതുപോലും വലിയ വാർത്തയാക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം, VD സതീശൻ ഗവൺമെൻറ് KV പ്രദീപ് കുമാറിനെ അവിടെ നിയമിച്ചു. ആ നിയമിച്ചതിന് ശേഷം അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള വക്കീലാണ്. മുരളീധരൻ വന്നിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു, അതായത് മറ്റേ പ്രതികളുടെ ബലഹീനതകൾ കൂടി അറിയുന്ന ഒരാൾ കൂടെയുള്ളത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചിരുന്നു. അദ്ദേഹത്തോട് രാജി ചോദിച്ചു വാങ്ങിയിരുന്നു. ആ ചോദിച്ചു വാങ്ങിയപ്പോൾ ഉടനെ തന്നെ അടുത്ത ചോദ്യവും കൂടി വരാം, അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാജിവെച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ പാർട്ടി ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെ കുറേ കൂടി ശക്തിയുക്തം നേരിടാനും പാർട്ടിയുടെ സ്ഥാപനങ്ങളും പാർട്ടിയുടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിക്കാനും തയ്യാറാണ്ടതായിരുന്നു. അതിൽ പാർട്ടി പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസറി ലാപ്സസ് മാത്രമാണോ ഇദ്ദേഹത്തിന് പറ്റിയത്? അതായത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാഗ്രത കുറവോ നോട്ടക്കുറവോ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്തില്ല എന്നുള്ളത് മാത്രമാണോ? അതോ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ ഈ കളവിൽ തന്നെ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായി ഒന്ന് അന്വേഷിച്ച് അറിയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ അതിനൊരു കുറ്റപത്രം വരട്ടെ എന്നുള്ളതാണ് പാർട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാസു അടക്കമുള്ള, അതായത് നേരത്തെ ശബരിമല കമ്മീഷണറും അതുപോലെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന അദ്ദേഹം അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ പാർട്ടി പുറത്താക്കാനോ നടപടിയെടുക്കാനോ ഒന്നും തയ്യാറായില്ല എന്ന് പറയുന്ന വലിയ വിമർശനമുണ്ട്. ഈ വിമർശനമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ശങ്കർദാസ് എന്ന് പറയുന്ന ഇപ്പോൾ കേരള പോലീസിൽ DIG ആയിട്ടിരിക്കുന്ന DIG-യുടെ പിതാവാണ് ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന അദ്ദേഹവും ഈ പത്മകുമാറിൻ്റെ കീഴിൽ തന്നെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പർമാർക്കെല്ലാം കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ ശങ്കർദാസിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഹരിശങ്കർ എന്നാണ്, അദ്ദേഹം DIG ആണ്, IPS-കാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ധന്യ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യ, അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, അവർ വലിയ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബമാണ് ഈ ധന്യ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ഇൻകം ടാക്സിൻ്റെ ഒക്കെ ചില സർവേകളും റെയ്ഡും ഒക്കെ കഴിഞ്ഞവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ശങ്കർദാസിൻ്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും ആദ്യം അദ്ദേഹം കേസിൻ്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പോയി ഹോസ്പിറ്റലിൽ കിടന്നതാണെന്നും നിർബന്ധമായിട്ടും അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ കോടതി വിധിച്ചതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമുണ്ടായി. ഈ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ബിനോയ് വിശ്വം എന്ന് പറയുന്ന, കാരണം അദ്ദേഹം CPIയുടെ നോമിനിയായിട്ടാണ് ബോർഡിലേക്ക് വന്നത്, ബിനോയ് വിശ്വം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ശങ്കർദാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു കറകളഞ്ഞ സഖാവാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കറകളഞ്ഞ സഖാവാണെന്ന് പറയുമ്പോഴൊക്കെ തന്നെ CPIനൊന്നും വിമർശിക്കേണ്ട ആവശ്യം നമ്മുടെ മാധ്യമങ്ങൾക്കില്ലായിരുന്നു. അതൊന്നും വലിയ വിഷയമായില്ല.
പകരം വിഷയമാക്കിയത് മുഴുവൻ CPM-നെയും പിണറായി വിജയനെയും ഒക്കെ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പുകളിൽ വീണ് കിട്ടുന്ന ഏതൊരു അവസരവും അവർ വിനിയോഗിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ ഏതാണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റി അത് നിലനിർത്തുകയായിരുന്നു എന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് മറ്റ് ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ചുകൾ മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ട് ഇനി നടപടിയെടുക്കാതിരിക്കാനാവില്ല എന്ന് പറയുന്ന സമ്മർദ്ദം വന്നിട്ടാണ് നടപടിയെടുത്തത്. അപ്പോൾ അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇത് ഒരിക്കലും തന്നെ പാർട്ടി നടപടി എടുക്കാൻ സാധ്യതയില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത് അറിയാം, ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ പുറത്തു പറഞ്ഞാൽ പാർട്ടിക്ക് വലിയ ഡാമേജ് ആകും എന്നൊക്കെയും ഈ പറയുന്ന പോലെ മനോരമ ന്യൂസിലടക്കം പല മാധ്യമങ്ങളൊക്കെ ഇതിനു മുമ്പ് തട്ടിവിട്ടിരുന്നു. പക്ഷേ അതിനുശേഷം പാർട്ടി നടപടി എടുത്തപ്പോഴാണ് ഇങ്ങനെയും ഒരു വരി നിങ്ങൾ കാണേണ്ടത്, മയത്തിൽ ഒരു നടപടി എന്നുള്ളതാണ്. അതിന് തൊട്ടു മുമ്പ് വരെ പറഞ്ഞത് നടപടി എടുക്കൂല, പാർട്ടിക്ക് പേടിയാണ്. കാരണം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നിരവധി കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ളതാണ്. ചില സമ്മർദ്ദങ്ങളൊക്കെ പത്മകുമാർ ചെലുത്തി എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ ബന്ധുക്കളോടുമൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകളൊക്കെ തന്നെ ലീക്ക് ചെയ്തിരുന്നു. അതായത് അദ്ദേഹം ആത്മകഥ എഴുതാൻ പോവുകയാണ്, ആത്മകഥയിൽ എല്ലാം തുറന്നെഴുതും. കൂടാതെ യുവതീ പ്രവേശന സമയത്ത് അദ്ദേഹത്തെയും ശ്രീജിത്തിനെയും ഒക്കെ മാറ്റി നിർത്തി. കൂടാതെ ഏതാണ്ട് പ്രമുഖനായിട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ ഈ സമയത്ത് വിളിച്ചിരുന്നു. ആ വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ വീണ്ടും ഇവരൊക്കെ തന്നെ ഇവരുടെ വാർത്തകൾ വിഴുങ്ങിക്കൊണ്ട് ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായപ്പോൾ ഇവർ അവതരിപ്പിച്ച രീതിയാണ് ഞാൻ പറഞ്ഞത്, മയത്തിൽ ഒരു നടപടി എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എല്ലാ പാർട്ടി നേതാക്കന്മാരും ചോദിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. ശരിയാണ്, ഇങ്ങനെ ഒരു നടപടി എടുക്കണമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ എടുക്കാമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്താൽ പോലും വലിയ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവാനില്ല. കാരണം അങ്ങനെ എടുത്തിരുന്നെങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, അത് ശരി, അപ്പം നിങ്ങൾക്ക് പോലും അദ്ദേഹം തെറ്റുകാരനാണെന്ന് തോന്നി, തെറ്റ് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു വ്യാഖ്യാനം മാത്രമേ അതിനുണ്ടാകാനുള്ളൂ. അല്ലാതെ അതുകൊണ്ട് റിസൾട്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ആരും പ്രതീക്ഷിച്ച് കളയരുത്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഇദ്ദേഹത്തെ പത്മകുമാറിനെ വിടുന്നില്ല, പാർട്ടിക്കാർക്ക് നാളെ അദ്ദേഹത്തിനെ ഒരു പൊതുസമക്ഷം കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് താലിബാനിലേക്ക് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ള പോലെയോ 100 ചാട്ടവാറടിയൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. പാർട്ടിക്ക് കൂടി വന്നാൽ ഒരാളെ എന്ത് ചെയ്യാം, പുറത്ത് നിർത്താം അല്ലെങ്കിൽ അയാളെ പുറത്താക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ നടപടികളൊന്നും നിയമപരമായി സാധ്യമാവില്ല. അപ്പോൾ അതാണ് തൽക്കാലം ചെയ്തിട്ടുള്ളത്. ഇനി കുറ്റപത്രം ഇപ്പോഴും സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഒരു 5 കൊല്ലവും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യൂ. പ്രതികൾ എത്ര പേര് ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും ആരും തന്നെ ഇതിൽ ശിക്ഷിക്കപ്പെടാൻ, പ്രമുഖരായിട്ടുള്ള ആരും തന്നെ ശിക്ഷിക്കപ്പെടാനൊരു സാധ്യതയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടേക്കാം.